ഗൈസ് വെൽക്കം ടു അൽ ഷസാം. നമ്മൾ ഏത് പടം കാണാനാണ്? എടാ പടത്തിന്റെ പേര് പറയടാ. മിഷൻ ഇമ്പോസിബിൾ. ഫസ്റ്റ് ടൈം ഐമാക്സ്. ആരൊക്കെയാണ് ഫസ്റ്റ് ടൈം ഐമാക്സ്? ഇവിടൊക്കെ കണ്ടു കാണും. ഫസ്റ്റ് ടൈം ഐമാക്സാ? എത്രാമത്തെ പാർട്ട്? ഇന്നലത്തെ കഴിഞ്ഞെങ്കിലും കണ്ട? ഇത് 8 പാർട്ട് 1, ഇത് പാർട്ട് 2. ആരെയൊക്കെ ഐമാക്സ് ഫസ്റ്റ്? അല്ല പഠിച്ചോനെ. ഐമാക്സ് ഫസ്റ്റ് ഇവന്റെ ഐമാക്സ് ഫസ്റ്റ്. സുബിൻ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇംഗ്ലീഷ് സിനിമകൾ ഐമാക്സിലേക്ക് കാണാറുള്ളൂ. അതുകൊണ്ട് ഐമാക്സ് അല്ലെങ്കിൽ ഡോബി സിനിമാസ്, ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. സോ മിഷൻ ഇമ്പോസിബിൾ എന്തായാലും വലിയ ഡിസ്പ്ലേ തന്നെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. സോ അതിന് വേണ്ടി വന്നതാണ് ഗൈസ്. ഞാൻ ദേവന്മാരെ വിളിച്ചിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞതിന് ശേഷം നീ ഉണ്ടാവൂലേ? ആ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് അടിയാണ് ഗൈസ്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. അല്ല, ഇന്ന് ഷവർമ. അതെ, ഇന്ന് ടോപ്പ് 5 ഷവർമ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് അക്കോർഡിംഗ് ടു സുബിനോളജി. 5 ഒരേ കടി വെച്ച് അടിച്ചതാ, അല്ല 5 കഴിക്കണ്ട. മനസ്സിലായില്ലേ? നമുക്ക് നല്ല സ്ഥലത്ത് അങ്ങനെ കൊണ്ടുപോകണം, അത് കുഴപ്പമില്ല. ഗൈസ്, സുബിനോളജി പോപ്കോൺ മേടിച്ച് ഇങ്ങനെ വരികയാണ്. പുതിയ ടീഷർട്ടാണ്. പുതിയ ടാഗ് ഒന്നും അയക്കാതെ അത് ഫ്രീ കിട്ടിയതാണ്. ഇപ്പൊ മേടിച്ചോളൂ. പുത്തൻ പുതിയ ടീഷർട്ട് ഇട്ട് നടക്കണം. പുള്ളിക്കാരന്റെ വൈഫാണത്. പട്ടികള് പോപ്കോൺ തിന്നാൻ പോണല്ലേ. എനിക്ക് പോപ്കോൺ കഴിക്കാൻ പറ്റൂല. എന്താടാ പോപ്കോൺ? എന്ത് നീയാണോ മേടിച്ച പോപ്കോൺ? അടുത്ത കാണാൻ പോകുന്ന പടം അതാണ് ഗൈസ്, ഐമാക്സിൽ F1. അതെ, വരൂ ഗൈസ്, ലെറ്റ്സ് എൻ്റർ. ഇത് അവര് പുതിയതായിട്ടൊന്ന് പുതുക്കി കേട്ടാ ഗൈസ്. പഴയ ഐമാക്സ് അല്ല, കുറച്ചും കൂടെ അവർ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഐവ. സൂപ്പർ അല്ലേ ഗൈസ്? ഇത്രയും വലുതാണ് കേട്ടോ സ്ക്രീൻ. അതുപോലെ 12 ചാനലാണ് ഇവിടെ. ഇതാണ് ഐമാക്സ്. സ്ക്രീന് വളഞ്ഞല്ല, ഇങ്ങനെ പുതിയതാക്കിയ ഒരു സ്ക്രീൻ. ഇത് ഷൂട്ട് ചെയ്യണ ഫിലിം വ്യത്യാസമല്ല. അല്ല, അത് ഇവര് എൻഹാൻസ് ചെയ്യും. എടുക്കുന്നത് പല ക്യാമറയിൽ എടുക്കാൻ പറ്റും, ഫുൾ ഫ്രെയിം. ഇവര് സ്പെഷ്യലൈസ്ഡ് ക്യാമറാസ് ഉണ്ട്, അലക്സയുടെ, ആരിയുടെ, അത് വെച്ചെടുക്കും. പിന്നെ ഐമാക്സ് 70mm ഉണ്ട്. ഇതുണ്ട്, അത് പുതിയതാക്കിയതാ. മുകളിലത്തെ ഉണ്ടയൊക്കെ ഇവര് സീറ്റിംഗ് മൊത്തം. എങ്ങനെയുണ്ട്? സൗണ്ട് ഒക്കെ വേറെ ലെവലാണ്. വന്നിട്ടാ ചുമ്മാ ടീഷർട്ട് വന്നിട്ടാ. എല്ലാരും ക്യാമറ ഓണാണ്. അപ്പൊ നമ്മൾ സിനിമ കണ്ടിട്ട് വരാം ഗൈസ്. തമിഴ് ബീജിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ട്രാൻസ്ലേഷൻ ആയിരുന്നു. ഓരോ ആൾക്കാർക്ക് ബീജിയം കൊടുക്കുന്നത്. അമ്പാൻ അടിപൊളി. ടോം ക്രൂസ് ലാസ്റ്റ് കാണിച്ച സ്റ്റണ്ടിൽ ഒറിജിനൽ അല്ല, അത് ചുമ്മാ ടോം ക്രൂസിന്റെ അളിയും ചെയ്തു. അയ്യോ, അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞു ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളി പടമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ ഐമാക്സ് അമ്മമാർ പുതുക്കി പണിഞ്ഞിരിക്കുകയാണ് കേട്ടോ. മോൾ ഓഫ് ദി എമിറേറ്റ്സിൽ കിട്ടില്ലായിരുന്നു. 75 ദിർഹമേ ഉള്ളൂ ഈ ടിക്കറ്റ്. 75 ദിർഹംസ്. അപ്പൊ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക. 75 ദിർഹംസ് തരണം കേട്ടോ എല്ലാവരും. 75 ദിർഹംസ് കൊടുക്കണം. അപ്പൊ പൈസ വേറെ. ഇനി എങ്ങോട്ടാ? ഇനി നമ്മൾ ഫുഡ് അടി. സ്പോൺസർഡ് ബൈ സുബിനോളജി. എന്ത് പറയണ്, നമുക്ക് നോക്കാം. എന്താണെങ്കിലും നമ്മൾ നേരെ ഇനി ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. സിനിമ എന്തായാലും അടിപൊളിയാണ്. മാൻ, അങ്ങനെ ഫൈനലി ഒരു കുറേ വർഷത്തെ 1996 തൊട്ട് തുടങ്ങിയ സാധനം 2025 എൻഡ് ചെയ്തിരിക്കുകയാണ്. മിഷൻ ഇമ്പോസിബിൾ. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടല്ലേ? ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടടാ. സൂപ്പർ. ഞാനും കണ്ടില്ല, ഇവൻ കണ്ടു. ഒറ്റയ്ക്ക് പോയി കണ്ടു.
ഐമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിപൊളി. എടാ നീയേ പ്രിൻസ് ആൻഡ് ഫാമിലി പോയി കണ്ടില്ലേടാ? നീ പ്രിൻസ് ആൻഡ് ഫാമിലി പോയി കണ്ടില്ലേ? നീ ആരോടാ പോയി കണ്ടത്? ഏത് ഫ്രണ്ട്? ചോദിക്കുന്നത് എന്റെ എല്ലാം എടുത്ത് നിന്റെ പച്ചയായിട്ട് എല്ലാം ഇടും. നീ എന്തോ മറ്റേ ഏറി കിടന്ന് ഹംപിയുടെ ഒക്കെ അല്ലേ, അതൊക്കെ ഇടാം. എങ്ങനെയുണ്ടായിരുന്നു ഐമാക്സ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐമാക്സും ടോം ക്രൂസും. ടോം ക്രൂസാ. നല്ല സൗണ്ട് ഒക്കെ അല്ലേ? സൗണ്ട് ഒക്കെ കിട്ടില്ല കേട്ടോ. ആ വെള്ളത്തിന്റെ അടിയിൽ നിന്നുള്ള സീനുകളൊക്കെ സൂപ്പർ. സൂപ്പറായിരുന്നു. പൈസ മുതലായത് അവിടെ. എനിക്ക് രണ്ടാ കുഞ്ഞ് ഫ്ലൈറ്റ് കിടന്ന് ചാടുന്നത് എനിക്ക് ടെൻഷൻ ആവുമായിരുന്നു. ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. ടെൻഷൻ ആവുമായിരുന്നു. ഛർദ്ദിക്കാൻ വരും. ടെൻഷൻ. ടെൻഷനും കാരണം. എടാ ഒറിജിനൽ അത് ഒറിജിനൽ. കുറച്ചൊക്കെ ഇതുണ്ട്. ആ ഫണ്ടിന് 5 മാർക്ക് കൊടുത്തേ. വാടക പോവാ അല്ലെങ്കിൽ അങ്ങനെ വെറുതെ ഇന്നത്തെ ഫുഡ് എടാ വണ്ടി സുബിനോളജിയുടെ ജെറ്റോർ എല്ലാം നമ്മൾ പോകുന്നത്. ഇതാണ് കേട്ടോ വണ്ടി. തള്ളാൻ ഇരിക്കണം അങ്ങനെ. ഗൈസ് ഒള്ളി ഇൻ ദുബായ്, ഒള്ളി ഇൻ ദുബായ്. ഇതൊരു ചുമന്ന ഫെറാറി, മറ്റേത് ഫെറാറി ആയിരുന്നു, അവൻ പോയി. കണ്ട, ഇതും ഒരു ഫെറാറി. ഈ ഫെറാറിയാണ് നേരത്തെ കയറി അങ്ങ് പോയത്. ഈ ദുബായിലെ നട്ടുച്ചയ്ക്ക് ഞാനും യവനും നമ്മുടെ സുബിൻ ബ്രോയും നൊമാഡിയനും യാസറും എല്ലാവരും കൂടെ 5 കിടിലം ഷവർമ പ്ലേസ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ 5 ഷവർമയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മൾ മേടിച്ചിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ വരുന്നത് ഈ കടയിലാണ് കേട്ടോ, അറോസ് ദമാസ്കസ് റെസ്റ്റോറൻറ്റ്. ഇതാണ് ഫസ്റ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഷവർമ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ദുബായിലുള്ള സംഭവമാണ്. ഭയങ്കര ലെജൻഡറി ആണെന്നാണ് നമ്മുടെ സുബിൻ ബ്രോ പറയുന്നത്. ആൻഡ് മോർ ഓവർ സുബിൻ ബ്രോയുടെ കാഴ്ചപ്പാടിലുള്ള 5 കിടിലം ഷവർമ റെസ്റ്റോറൻറ്റാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്താണെങ്കിലും മറ്റവന്മാർ ഓൺ ദ വേ ആണ്. നമ്മളെന്തായാലും അകത്ത് കയറി ഇരിക്കാൻ പോകുന്നത്. ബിക്കോസ് പുതിഞ്ഞ ചൂടാണ്, വെളിയിലൊന്നും നിൽക്കാൻ പോലും പറ്റില്ല. ഗൈസ് അങ്ങ് വിദൂരതയിൽ നിന്ന് 2 എണ്ണം വരണണ്ട. ഓ വിചാരം ഏതോ സിനിമയിൽ അഭിനയിക്കണം എന്നാണ്. അപ്പോൾ വരും. വന്നിട്ടാ 2 എണ്ണം എത്തി. ഹായ് എന്തിന്? അത് ശരി, നിങ്ങൾ ആരും എവനെ ഫ്രണ്ട് ആക്കരുത് ഗൈസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് മറ്റേ 100ഓളം സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇത്രയും പേരാണ് നമ്മളത് ട്രൈ ചെയ്യാൻ പോകുന്നത്. 5 ബെസ്റ്റ് ഷവർമ ഫ്രം എന്താണ് ഞാൻ ഷവർമ ഒന്നും ചിക്കൻ ഓർഡർ അറിയാവുന്ന ആള് ഓർഡർ ചെയ്യണം കേട്ടോ. നോർമൽ എന്തൊക്കെ കാണിക്കണം ഓർഡർ ചെയ്യണം കേട്ടോ ഗൈസ്. സാധനം ഇപ്പോൾ വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇവിടുത്തെ പ്രത്യേകത നിങ്ങളൊക്കെ ഇല്ലടാ, നീ വന്നില്ലേ? ഇതിനെക്കാളും വലിയ പ്രത്യേകത നീ ഏറ്റവും ഫേവറേറ്റ് എന്താണ്? കഴുത്തിൽ കത്തി വെച്ചിട്ട് സംസാരിപ്പിക്കണം. ഫണ്ട് തന്നെ കേട്ടോ. ഇവിടുത്തെ ഹുമ്മൂസ് ബേറൂത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹുമ്മൂസ് ബേറൂത്തി എന്ന് പറഞ്ഞാൽ അതിൽ കഴിച്ചു നോക്കണം നിനക്ക്. അതിപ്പോ വേണം, ഇപ്പൊ നൽകാൻ സാർ മാത്രം എന്നെ വിളിക്കാൻ. ഞാൻ അപ്പൊ പറയാം. പിന്നെ അബു ഹലൂൽ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അബു ഹൈലിന്റെ ബ്രാഞ്ച് ഓ അങ്ങനെയായിരുന്ന. ഓ ഇത് വേറെ സാധനമായിരുന്ന. ഇവിടെ കിട്ടി 2 പേർക്ക് അവിടെ കൊടുത്ത് പോയിന്റ് കൊടുക്കണേ ഓരോ കോമഡി അടിക്കുന്നവര്. അല്ല ഞാൻ കേട്ടത് അബു ഹൈൽ എന്നാണ്. ഇവിടെ ഇവർക്ക് അബു ഹൈലിനുണ്ട്, അബു ഹൈലിനുണ്ട് സ്ഥലമുണ്ട്. അപ്പോൾ അബു അൽ ഹൂൽ എന്ന് പറഞ്ഞ ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പടികൾ ഫ്രൈ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. ഇവിടുത്തെ ഷവായി ഗ്രിൽഡ് ചിക്കൻ പണ്ടത്തെ സ്റ്റൈലിൽ നല്ല നോർമൽ. അത് പണ്ടത്തെ സ്റ്റൈലും ജയന്റെ കാലത്തുള്ള സ്റ്റൈലാണ്. അതെ അതെ, പ്രൈം മിനിസ്റ്റർ ഒന്ന് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടോ? ജയന്റെ ഒക്കെ കാലത്തുള്ള ഷവായി. ഗൈസ് ഈ സാധനങ്ങളൊക്കെ വരും കേട്ടോ, എത്ര ചോദിച്ചാലും വരും. ഞാൻ കഴിക്കാറില്ല. നീ കഴിക്കാറുണ്ടോ? എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ കഴിക്കാറില്ല. എന്റെ ഫേവറേറ്റ് എന്താ ആടാടെ ചെമ്മരിയുടെ കഴിയടാ. തക്കാളി, ഒരു വലിയ തക്കാളി, കിടിലം നല്ല ഫ്രഷ് തക്കാളി കേട്ടോ. എടാ ഇത് 5 സ്ഥലത്തുനിന്ന് 5 തക്കാളി കിട്ടിയ 1 കിലോ ഒരാഴ്ചത്തേക്ക് സെറ്റ്. നല്ല നല്ല കനമുള്ള തക്കാളി, അല്ല സൂപ്പർ തക്കാളി. എനിക്ക് തോന്നുന്നു നെസ്റ്റോന്ന് മേടിച്ച തക്കാളിയാന്ന് തോന്നുന്നു. അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. അതെ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഷവർമ വന്നിരിക്കുകയാണ്. ഇത് അറബിക് ഷവർമ അല്ലേ? ഇത് അറബിക്ക്. എന്താ ചട്നിയാ? ചമ്മന്തി. താങ്ക് യു.
ഇത് 1 മട്ടൻ, ഒരു മട്ടൻ, 2 ചിക്കൻ. 2 ചിക്കൻ. ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഷവർമ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിക്കാൻ ഇത് ലുട്ടാപ്പിയാണ് കേട്ടോ. ഇത് എത്ര രൂപ? അറിയില്ല, ഇവിടുത്തെ റേറ്റ് എത്രയൊന്നുമില്ല. അവിടെ 7 ദിർഹംസാണ്. 7. പക്ഷെ ഭയങ്കര ചെറുതാട്ടോ. നമ്മൾ ഫസ്റ്റ് ബൈറ്റ് അടിക്കാൻ പോകും. അടിപൊളി കേട്ടോ, നല്ലത്. നമ്മൾ ഇത് മട്ടനാണ് കേട്ടോ, ബീഫല്ല, മട്ടൻ ഷവർമ. ഓക്കെ, ഓ മട്ടൻ ഷവർമ. ലാമ്പ് ഇഷ്ടമാണെങ്കിൽ ഒരു ലാമ്പാ. ഭയങ്കര ഒരു മട്ടനിയാണ്. ആ അതല്ല, മട്ടൻ്റെ ആ ഒരു അതിപ്രസംഗമാണല്ലോ, അതുകൊണ്ട്. ഇത് അറബിക് ഷവർമ. ഈ സോസ് ഒത്തിരി ഡിഫറെൻ്റ് ആണ് കേട്ടോ, നല്ല ഫ്ലേവറാണ്, കുറച്ചും കൂടി സിട്രസി ഫ്ലേവറാണ്. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല, എനിക്ക് മട്ടൻ ഇഷ്ടപ്പെട്ടു. മട്ടനും അറബിക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ചിക്കൻ. അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോകുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് അറിയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാനിവിടെ ജനിച്ചും വളർന്നും പഠിച്ചതും ആയതുകൊണ്ട് നമ്മൾ ഇതൊരു സിറിയൻ ഷവർമ, ഈജിപ്ഷ്യൻ ഷവർമ, ലെബനീസ് ഷവർമ എന്നിവ ഓരോ ഷവർമാസ് ഉണ്ട്. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് ലെബനീസ് ആണ്. ഇന്നിപ്പോൾ നമ്മൾ സിറിയൻ റെസ്റ്റോറൻറ്റ്. ഇത് സിറിയനാണ്, കുറച്ചുകൂടെ അറബിക്കാണ് നമ്മൾ നോക്കണം, അല്ലാതെ കഫറ്റേറിയ പരിപാടി നമ്മൾ പിടിക്കുന്നില്ല. ഒത്തന്റിക് ഷവർമ. ഇപ്പൊ അടുത്ത് നമ്മൾ പോകുന്ന അതേപോലെ തന്നെ സിറിയൻ ലെബനീസ് മിക്സ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്യുവർ ആയിട്ടുള്ള അറബിക് ഷവർമയാണ് ട്രൈ ചെയ്യാൻ പോണത്. യവനെ മുവേലയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷവർമ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം കൊണ്ടുപോയി. ഇന്നലെ ഒരു കടയിൽ സാധനം കിട്ടാൻ നമുക്ക് മടങ്ങി വരാം. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ പോണത് കേട്ടോ, അല്ലാതെ മറ്റേ കഫറ്റേറിയ പരിപാടിയല്ല. അപ്പോൾ നമ്മൾ അറൂസ് ഡമാക്കസ് റെസ്റ്റോറൻറ്റിലെ പരിപാടി കഴിച്ചിട്ട് സൂപ്പർ. അടുത്ത ഇനി ദേറോയിലോട്ട് പോകുന്നു കഴിച്ചു. നിങ്ങൾ സിന്നേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗിറ്റാർ ഓർമ്മ വരും കേട്ടോ. സിന്നേഴ്സിൽ ഇതേ ഗിറ്റാർ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞു, ഭയാനകമായിരുന്നു കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കാണിക്കൂ. ഗൈസ് അടുത്ത സ്ഥലം അൽ ഫൊറാത്ത്. ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. സൂപ്പറാണ്. ഫ്രഷ്ലി ബേക്ക്ഡ് ഫലാഫലൊക്കെ എങ്ങനെ പൊരിക്കണുണ്ടോ? അത് നിനക്ക് പ്രശ്നമുണ്ടോ? നാട്ടിലെ ജ്യൂസ് പഴയ AC നോക്കിയാണ്, ജാംബോന്റെ കാലത്തുള്ള AC. ശരിയാ, ഇങ്ങടെ അടിപൊളിയായിരിക്കും കേട്ടാ. റെട്രോ ഗൈസ്, കണ്ട ഗൈസ്, പഴയ AC. അനിത്രപുത്രേ, നിന്നെ ഇഷ്ടപ്പെട്ട കേട്ടാ. മിക്കവാറും എന്നെ ദത്തെടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുമനോട് ഇരിക്കുമ്പോ പാലാണ്. ആനയെ പേടിക്കാം, നിന്നെ പിണ്ടോന്ന് വിളിച്ചടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും വരുമ്പോൾ ഇതുണ്ട്, പച്ചമുളക്, ഉപ്പിലിട്ട മാങ്ങ. 2 ആഴ്ച ഈ പച്ചമുളക് ഞാൻ പറഞ്ഞ പച്ചമുളക് കഴിച്ചാൽ നിനക്ക് 200 ദിവസം ഇപ്പൊ കഴിക്കും. ആശുപത്രി ചെലവ് പോലും വരൂല്ലോ 200 ഞാൻ പച്ചമുളക് പച്ചമുളക് എത്ര കഴിക്കണം? 2 കഴിക്കണം. ഈ 2 കഴിച്ച 200 അത് ഞങ്ങൾ കൊടുത്തോളാം. കാശ് കൊടുക്കണം കേട്ടാ. കാശ് അത് പറ്റൂല. പിന്നെ എന്തിനാ അവന് ബെറ്റ് അടിച്ചത്? പൈസ ഇപ്പൊ കൊടുക്കണം. ഇപ്പൊ അയ്യോ ഭയങ്കര ലാഭമായി പോയല്ലോ അത്. ഏരിയില്ലേ ഒട്ടുമില്ല. നീ കഴിച്ചു നോക്കി. എടാ ഇത് ഞാൻ പണ്ട് മുളക് നീ ഡയലോഗ് അടിക്കാൻ നിർത്തി കഴിക്കൂ. മധുരമില്ല, എരിയില്ല, മധുരം എരിയില്ല. വേണ്ട വേണ്ട, അല്ല വേണ്ടത്തോണ്ട, അല്ല വേണ്ട, അല്ല വേണ്ട. എരിയില്ലല്ലേ? ചുവന്ന കേട്ടാ. ചുവന്നിട്ട
ആരും ഇത് അനുകരിക്കരുത് വീട്ടില്. Don't try this at home. ഹോട്ടലിൽ പോയി അനുകരിച്ചു ഇതുപോലെ. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്താ? ഉള്ളി ഷവർമ. ഇത് വെറുതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വെറുത്തുപോയോ ശരിക്കും വെറുത്തുപോയി. അത് നീ പാറ്റന്റ് എടുത്തടാ. ഇതില് വന്നിട്ടുണ്ട്. അവന്റെ കോമഡി കോപ്പി അടിക്കരുത്. സുബിനോളജി കൊണ്ടുവന്ന സ്ഥലത്തിലെ ഹമൂസ് എനിക്ക് കുമ്മൂസ് ആയിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ എവിടെ കൊണ്ടുപോകാൻ കുറെ കയ്പും കമർപ്പും, ഒന്നെങ്കിൽ മധുരം കൂടുതൽ, ഒന്നെങ്കിൽ എരി കൂടുതൽ, ഒന്നെങ്കിൽ ഉപ്പ് കൂടുതൽ. എന്നെ ഇഷ്ടപ്പെട്ടു കേട്ടാ. ഷവർമ വന്നിരിക്കുകയാണ്. This is one of the most underrated shawarma in UAE. പണ്ട് കാലത്ത് ആൾക്കാർക്കൊക്കെ അത് അണ്ടർവെയറിന്റെ ഷവർമ ഇത് one of the most underrated shawarmയാണ്. So let's give it a try. 10,000 പേര് മലയാളം അറിയുന്ന ആൾക്കാരാ. മലയാളത്തിൽ എന്ന് പറയാമോ? അണ്ടർറേറ്റഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അവർക്ക് മനസ്സിലായി കേട്ടോ. അയ്യ നിന്നെ പോലെ വിവരമില്ലാത്തവരല്ലേ. ഫലാഫൽ പരിപ്പ് വട. നമ്മുടെ നാട്ടിലെ പരിപ്പല്ല ഇവിടെ. എന്ത് കഴിച്ചാലും മാത്രമേ അവിടെ പറയാം. നീ കഴിച്ചേ അതിവിടെ സിമ്പിൾ, വളരെ സിമ്പിൾ എന്നാൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഷവർമ. ഇവിടുത്തെ ഫലാഫലാണ്. എനിക്ക് ഒരു ഫലാഫൽ ഇഷ്ടമല്ല. അല്ലേ ഫുൾ ചിക്കൻ മാത്രമേ ഉള്ളൂ. അടുത്തത് അറബിക് ഷവർമ. ഇതാണ് അറബിക് ഷവർമ വിത്ത് ടൊമാറ്റോ. അങ്ങനെ നമ്മൾ 2 ഷവർമ കഴിച്ചപ്പോൾ തന്നെ ഔട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ബ്രേക്ക് എടുക്കുകയാണ്. മിഡിൽ സ്റ്റംപ് തെറിച്ച് എന്തിനു ഷവർമ കഴിച്ചോ? അതിപ്പോ എന്തോ ക്രിക്കറ്റ് കളിക്കാൻ പോകണം. അതിന്റെ ഇതാണ് ഈ ഉപമയൊക്കെ വരുന്നത്. ആരും തെറ്റിദ്ധരിക്കണ്ട. അവസാനം കഴിച്ചത് അൽ ഫോററ്റി. ഇതിന്റെ ഇവിടുത്തെ ഷവർമ കൊള്ളാം കേട്ടോ. നല്ല ഒരുപാട് ചിക്കനൊക്കെ വെച്ച് ഞാൻ ക്വാണ്ടിറ്റി കൂടുതലാണ്. നമ്മൾ കഴിച്ചതിൽ വെച്ച് നോക്കുമ്പോൾ അറബിക്ക് എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ അറബിക്ക് ഭയങ്കര ഹെവി. അറബിക്ക് തന്നെ ഔട്ടർ മറ്റേതുണ്ടല്ലോ, മറ്റേ ചപ്പാത്തി വലിക്കുന്ന സാധനം തന്നെ നല്ല കട്ടിയാണ്. മൊബൈൽ കൊമേഴ്ഷ്യൽ നമ്മുടെ അവിടുത്തെ കവിടത്തൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ടോപ്പായിട്ടുള്ള 3 പോയില്ല. അത് നമ്മൾ അടുത്ത ദിവസം തൽക്കാലത്തേക്ക് ലിസ്റ്റിൽ വന്നില്ല. അതെ, തൽക്കാലം നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നു, അവിടെ പിരിയുന്നു. നമ്മൾ മറ്റേ ടോപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടില്ലല്ലോ. അത് നമ്മൾ പിന്നെയല്ലേ പോകണം. ഇത് ബോട്ടമിൽ 2 ഇനിയുള്ളതാണ് പോളത്. എപ്പോഴും ഞാൻ പോയി കഴിക്കുന്ന 2 മെയിൻ സ്പോട്ട് ഉണ്ട്. അതാണ് നമുക്ക് കാണാം. അപ്പൊ എന്തായാലും നമ്മൾ ടോപ്പ് 3 അടുത്ത വീഡിയോ വരും. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മഷാദിൽ പോകുന്നു. ഇവിടെ മഷാദ് കഫ്റ്റീരിയ. നൊമാഡിയനെ നമ്മളെ വണ്ടി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നൊമാഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ്, ഇവന്റെ ടിൻഡുമോ ഹെയർ സ്റ്റൈല് ഷോകോ ആണോ അല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി സൈഡിലോട്ടൊക്കെ വാരി കുരി എന്ത് തരം പുതിയ പിള്ളേരൊക്കെ പോലെ തന്നെ ഇവിടെയൊക്കെ പറ്റിയൊക്കെ അടിച്ച് അങ്ങ് ഇറങ്ങടേ. ഈ മെസ്സി ഹെയർ സ്റ്റൈലൊക്കെ ഇട്ട്. മെസ്സി എന്റെ സ്വഭാവം നമുക്കറിയാവുന്നതുകൊണ്ട് ഈ ഹെയർ സ്റ്റൈലും അവന്റെ ആ ചെറിയ മറ്റേ പാവന്താനായ മുഖവും പറ്റണില്ല. മറ്റേ പഴയ മുടിയൊക്കെ ഉള്ളത് യേശുദാസിനെ പോലെ. അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കാണിച്ചോ. ഒരു രക്ഷയില്ല. ഈ മുടിയുള്ളവനാണ് ഇപ്പൊ ടിൻഡുമോനെ പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ മുടി വളർത്തിയ വീട്ടുകാർക്ക് നാട്ടുകാർക്കും ഇഷ്ടമല്ലേ. അതുകൊണ്ടാ പിന്നെ നല്ല പയ്യനായിട്ട് എന്തുണ്ടാ വീട്ടുകാരെ നാട്ടുകാരൊക്കെ നോക്കണം. നീ സ്വന്തമായിട്ട് നോക്കടാ. മഷാദിൽ വന്ന് നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ അവിടെ ഒരു സെലിബ്രിറ്റി പതുക്കെ തൂമാകത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് പുള്ളിയെ അറിയാമെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ പറഞ്ഞു തരുന്നില്ല. വലിയൊരു ഇത് വരെയോ. താങ്ക് യു. ക്രിക്കറ്റ് ടീമൊക്കെ സെറ്റായി ഗൈസ്. ഓപ്ഷൻ എൻ്റെ പൈസ ഒക്കെ ഉണ്ടോ? മുകേഷാണോ? മുകേഷ് അഹങ്കാരം കാണിച്ചാണ് ഗൈസ്. അത് ഞാൻ അറിയും. പൊട്ടണ സാരമില്ല. നീ കളിച്ച് ജയിക്കണം, അത്രേ ഉള്ളൂ.
എടാ അടിപൊളി ചായ. ആണല്ലേ ചായ കുടിച്ചാടാ നേരം എല്ലാവരുടെയും ബില്ല് വയ്ക്കാതെ ഇതുവരെയുള്ള ബില്ല് ചോദിക്കാൻ വന്നില്ല. ഭയങ്കര ബസ്സിലാണ്ട പുറത്താണ് ഇതില്ല പ്രൊജക്ഷൻ ഇല്ല അകത്തേക്ക് ഇതാണ് ഒതന്റിക് ഇറച്ചി പത്തില് ബാക്കിയുള്ളതൊക്കെ പറ്റിപ്പാ ഈ ഒരു മൊഞ്ചുണ്ടോ കാണാൻ? മൊഞ്ച ഇതെന്താ സാധനം ബജ്ജി അളിയ മുളക് ബജ്ജി ഉണ്ടായിരുന്നടാ ഓടാ മുളക് ബജ്ജിയടാ ഇത് കണ്ടിരിക്കണ ചിക്കൻ അത് വേണ്ട പക്ഷെ മുളക് ബജ്ജി മിസ്സായ കേട്ടോ മോശമായി പോയി ഉണ്ണിയപ്പം ബ്രോ ബാക്കി പരിപാടി ഫ്രീ ആകുമ്പോ പറ പിന്നെ നമ്മളെ മറ്റേ സാധനം മറ്റേ നിങ്ങൾ ഒരു ദിവസം ഫ്രീ പറ ഞാൻ റെഡി നീയാ എന്താണ് ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ ഞാൻ റെഡിയാ യു ഹാവ് കോണ്ടന്റ് ഐ ആം റെഡി ഫോർ ഇറ്റ് ഓക്കെ അപ്പം ടാറ്റ ഗൈസ് ആ കാര്യവും പറഞ്ഞുകൊണ്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കയറി പോവുകയാണ് ഗൈസ്. ഇന്നത്തെ അൽഷസം ഇവിടെ അവസാനിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓണറിന്റെ ഇവന്റിന് ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ പോവും, ഇല്ലെങ്കിൽ പോകത്തില്ല, മിക്കവാറും പോകത്തില്ലടേ, എനിക്ക് വയ്യ. അപ്പോൾ എന്തിനാണെങ്കിലും എന്ന് പറഞ്ഞ് ഞാൻ പോണടേ. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.